PCOD പേഷ്യൻസ് മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിലും തടിയുള്ളവരാണെങ്കിലും ട്രീറ്റ്മെന്റിൽ നമ്മൾ ഒരുപോലെ എക്സസൈസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് വെറും വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല. ഹിയർ ആർ ദ 5 റീസൺസ്. ഫസ്റ്റ് വൺ, ഇൻസുലിൻ റെസിസ്റ്റൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ. PCOD പേഷ്യൻസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, അതായത് ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടുതലായിരിക്കും. സോ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാനും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനും ഒക്കെ എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ, PCODയുടെ ലക്ഷണങ്ങളെ കുറയ്ക്കാൻ. PCODയുമായി ബന്ധപ്പെട്ട എല്ലാ ലക്ഷണങ്ങളെയും കൺട്രോൾ ചെയ്യാൻ ഒരു റെഗുലർ എക്സസൈസ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ, ടു റെഗുലേറ്റ് ദ ഹോർമോൺസ്, അതായത് മെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ആൻഡ്രോജൻ, ടെസ്റ്റോസ്റ്ററോണിന്റെ അളവ് PCOD പേഷ്യൻസിൽ കൂടുതലായിരിക്കും. ഇതിന്റെ ലെവൽ ബാലൻസ് ചെയ്യാനും അതുവഴി നമുക്ക് ഈ പിമ്പിൾസ്, മുടി കൊഴിച്ചില്, മൂഡ് സ്വിങ്സ് പോലുള്ള ലക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യാനും എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, റെഗുലർ ആയിട്ടുള്ള എക്സസൈസുകൾ നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്ട്രെസ് ലെവൽ നല്ല രീതിയിൽ കുറയ്ക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ, നമുക്ക് ബെല്ലി ഫാറ്റ്, അതായത് തടിയുള്ള ആളുകളിൽ നമുക്ക് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അടിയുന്നതിനെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഇനി നമ്മുടെ അവയവങ്ങളുടെ അകത്ത് വിസറൽ ഫാറ്റ്, അവയവങ്ങളുടെ ചുറ്റും കൊഴുപ്പ് വരുന്നതിനെ തടയാനും ഒക്കെ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് PCOD പേഷ്യൻസിന് നമ്മൾ എക്സസൈസ് നിർബന്ധമായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. ഫോളോ ഫോർ മോർ ഹെൽത്ത് ടിപ്സ്. താങ്ക് യു.